കിടക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്. നല്ല ടെൻഷനിലാന്ന് അറിയാം, പക്ഷെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നമുക്ക് അതിനുള്ള വഴികളൊക്കെ കാണാൻ നോക്കാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്കൊക്കെ ഇതുവരെ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പഠിക്കേണ്ടത്, എനിക്കിനി കുറച്ച് സമയമേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി മിസ്സേ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഇത് പഠിച്ചാൽ മതി. ഈ ഫുള്ള് പഠിച്ച് സെറ്റായി റിവിഷന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളില്ലേ, അവരൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ രീതിയിലല്ല, എങ്ങനെ എഴുതണം എന്നുള്ള രീതിയാണ് നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. ഫുൾ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് സെറ്റാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ പഠിപ്പിക്കുന്ന രീതി ഒരു കുറച്ച് വ്യത്യാസമുണ്ട് മക്കളെ. ഈ ഒരു ബുക്കും പെന്നും ഒക്കെ എടുത്തിട്ട് ഇരിക്കുക. കാരണം നമുക്ക് എന്താണ് വെറുതെ വീഡിയോ കണ്ട് നോക്കാനുള്ള സമയമില്ല. അപ്പൊ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, പഠിക്കുക കേട്ടോ. അതാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഛട്പട് ഓർ നെറ്റ്ഖട് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ ഉണ്ട്. ബഹുത് ദിനോं की बात എന്ന് പറയുന്ന കവിത ഉണ്ട് നമുക്ക് അറിയാം. ബൂഡി കാക്കി എന്ന് പറയുന്ന എന്താണ് ഒരു ശസ്തി ബ്ലർബ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഗർ എന്ന് പറയുന്ന പാഠം ഉണ്ടായിരുന്നു, നമ്മുടെ ചിപ്പുവിന്റെ കഥ. പിന്നെ ഫൂൽ എന്ന് പറയുന്ന എന്താണ് കവിതയുണ്ട്. ഫൂൽ എന്ന് പറയുന്ന കവിത എന്താണ് പല ആൾക്കാർക്കും എടുത്തിട്ടില്ല. അപ്പൊ സ്കൂളിൽ ടീച്ചർ പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ പഠിക്കണ്ട. ഓക്കെ, അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കാൻ നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ ഈ ഒരു രീതിയിലാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നോക്കാം, ഈ ഛട്പട് ഓർ നെറ്റ്ഖട് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമ്മൾ പറയും. അതേപോലെ തന്നെ ബഹുത് ദിനോं की बात എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് എന്താണ്, നമ്മുടെ കവിതയുടെ ആശയമാണ്. അപ്പൊ അത് ആശയം എങ്ങനെ എഴുതാം, ആശയം ഏത് ആശയം വരുവാണെങ്കിലും, ഇപ്പൊ ഫൂല് വരുവാണെങ്കിലും ബഹുത് ദിനോं की बात വരുവാണെങ്കിലും എഴുതാൻ പറ്റിയിട്ടുള്ള ആശയത്തിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് പറയാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മക്കൾ ആലോചിക്കേണ്ട കാര്യം, 4 മാർക്കാണ് നമ്മുടെ മാക്സിമം മാർക്ക്. അത് മക്കൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ ഡയറി നിങ്ങൾക്ക് എന്താണ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് ലെറ്റർ വരാൻ ചാൻസ് ഉണ്ട്. പോസ്റ്റർ വരാൻ ചാൻസ് ഉണ്ട്. ആശയം എന്തായാലും വരും, അത് ചാൻസ് അല്ല, എന്തായാലും മസ്റ്റ് സാധനമാണ്. വാർത്താലാപ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ബാക്കി വിസ്താർക്കരെ എന്ന് പറഞ്ഞ സാധനം, അതായത് പിരമിഡ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് മിസ് ഷോർട്ട് ആയിട്ട് ഇടും. അപ്പൊ അത് മക്കൾ അത് കാണും കേട്ടോ. ഓക്കെ, അത് കൃത്യമായിട്ട് നമ്മൾ അതിൽ പറയും. അപ്പൊ അത് എന്തായാലും വരും. അത് 2 മാർക്കിന് ചിലപ്പോൾ 3 മാർക്കിനും ഒക്കെ ചോദിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചരിത്രപര ടിപ്പണി. ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇയാളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ആരുടെ ചരിത്രപര ടിപ്പണിയാണ്, ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതും നമ്മൾ പറയും കേട്ടോ. അപ്പൊ അതെന്തായാലും നമ്മുടെ ഫർഹാദിന്റെയാണ്, അതും പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് വരുന്ന ഒരു സംഭവം ഹിന്ദിയിൽ. അപ്പൊ അല്ലാണ്ട് ഇതിന് പുറത്തൊന്നും ചോദിക്കത്തില്ല, മക്കൾ ടെൻഷൻ ആവണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, നമ്മുടെ ഛട്പട് ഓർ നെറ്റ്ഖട് എന്ന് പറയുന്ന പാഠം വെച്ചിട്ട് അങ്ങ് തുടങ്ങാം. ഈ പാഠഭാഗത്തിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. ഏകദേശം മലയാളം കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും എന്ന് വിചാരിക്കുവാണ്. അത് ഒരു ഏകദേശ സെറ്റ് മലയാളത്തിൽ കഥ അറിഞ്ഞിരുന്നാൽ മതി. എന്നിട്ട് നോക്കുക, നമ്മൾ എന്തായാലും പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് ഛട്പടിനെയും നെറ്റ്ഖടിനെയും കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. ഇത് നിങ്ങൾക്ക് മാത്സ് ഫോളോയിങ് പോലെ വരാം, അല്ലെങ്കിൽ എന്ത് വരാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ ഇതിൽ ഏതാണ് എന്ന് തെരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്ന് പറഞ്ഞ രീതിയിലൊക്കെ ചോദിക്കും. സഹി പ്രസ്താവന, ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്ത് എഴുതും. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റും ഈ ഒരു ബോക്സ് പഠിക്കുവാണെങ്കിൽ. നോക്കാം, ഛട്പടും നെറ്റ്ഖടും തമ്മിലുള്ള എന്താണ് വ്യത്യാസമാണ് നമ്മൾ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് പഠിക്കണം, ഇത് പഠിക്കാതെ പോകരുത്. കാരണം 1 മാർക്കിനോ 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒക്കെ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച് നമുക്ക് അത് എങ്ങനെയും മാറ്റി എഴുതാം കേട്ടോ. നോക്കാം, ഛട്പട് ബഡാഹെ, ഇതില് ചേട്ടൻ എന്ന് പറയുന്നത് മൂത്ത സന്തതി എന്ന് പറയുന്ന ആരായിരുന്നു, ഛട്പട് ആയിരുന്നു നമുക്ക് അറിയാം. അപ്പൊ ഛട്പട് ബഡാഹെ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. നെറ്റ്ഖട് ആരായിരുന്നു, ചെറിയ ചോട്ടച്ചക്കനായിരുന്നു അല്ലെ. അപ്പം നെറ്റ്ഖട് ചോട്ടാഹെ, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. അപ്പൊ ഇത് ചിലപ്പോൾ നെറ്റ്ഖടും ഛട്പടും അങ്ങോട്ട് മാറിപ്പോയ പ്രശ്നം. ഓക്കെ, ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും ഇതിൽ ആരാ മൂത്തത് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിക്കത്തില്ല, എന്നാലും എന്താണ് നമുക്ക് സഹി മിലാൻ കാര്യമൊക്കെ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, ഒരാള് മൂത്തതായെന്ന് നമ്മൾ പറഞ്ഞു, ആര്, ഛട്പട്. അപ്പൊ 5ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. അപ്പൊ മൂത്തത് എന്ന് പറയുമ്പോൾ 5വീ കക്ഷയിൽ ആരായിരിക്കും പഠിക്കുന്നുണ്ടാവാം, 5വീമേ പഠിത്തേ. 5വീ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാരായിരുന്നു, നമ്മുടെ ചോട്ടച്ചക്കനായിരുന്നു, നമുക്ക് അറിയാം. സോറി, ചോട്ടച്ചക്കനല്ല, മൂത്ത ആളായിരുന്നു എന്ന് നമുക്ക് അറിയാം. അതേപോലെ തന്നെ എന്താണ്, തീസറിമേ പഠിത്തേ, നമ്മുടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ആരായിരുന്നു, നമ്മുടെ ചോട്ടച്ചക്കനാണ്. കുസൃതി ഉള്ളത്, വളരെ ഭയങ്കര, അതിന്റെ കയ്യിലിരിപ്പ് ഭയങ്കര മോശമായിരുന്നു അല്ലെ. നമ്മുടെ നെറ്റ്ഖട്ടിന്റെ ആ സ്റ്റോറിയൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് 3ാം ക്ലാസ് പഠിക്കുന്നത് നമ്മുടെ നെറ്റ്ഖട്ടാണ്, അത് മക്കൾ പഠിച്ചു. പിന്നെ എന്താണ്, ഇവർ രണ്ടാളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരാള് സ്പീഡിൽ നടക്കുന്ന ആളാണ്, തേസ് ചൽത്താഹി, സ്പീഡിൽ നടക്കുന്ന ആളായിരുന്നു നമ്മുടെ ഛട്പട് ആയിരുന്നു. അതേപോലെ ധീരെ ചൽത്താഹി, നെറ്റ്ഖട്ട് ആയിരുന്നു മെല്ലെ നടക്കുന്ന ആള്. കാരണം കാക്കേനെയും പൂച്ചേനെയുള്ള എല്ലാ സാധനങ്ങളെയും നോക്കിയിട്ടാണോ നടക്കുന്ന സമയത്ത് പിന്നെ മെല്ലെ സമയം എടുക്കുമല്ലോ. കുളത്തിൽ കണ്ട താറാവിനെ നോക്കിയിരിക്കും. അപ്പൊ തോട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മാങ്ങി കല്ലെറിയാൻ പോകും. അപ്പൊ അങ്ങനത്തെ പരിപാടിയുള്ള ആളാണ് അല്ലെ. അപ്പൊ നോക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഛട്പട് എപ്പോഴും എന്താണ്, അമ്മയോട് പോയി പരാതി പറയുന്ന ടൈപ്പാണ്. ആര് പരാതി
എന്തേ പറയാ നട്കട്ടിന്റെ, കാരണം കയ്യിലിരിപ്പ് മോശമാണല്ലോ. അപ്പൊ നോക്കാം, മാസെ ശിക്കായത് കർത്താഹെ, അമ്മയോട് പരാതി പറയുന്ന ആളാരാണ്? ചട്പട്ടാണ്, മൂത്ത സന്തതിയാണെന്ന് പറയാ. ഓക്കെ, ബാഗ്സെ ആം തോടത്താഹെ, ഓക്കെ, ഈ ബാഗിൽ നിന്ന് നമ്മുടെ ഈ ഒരു തോട്ടത്തിൽ നിന്ന് ഈ മാങ്ങയൊക്കെ പൊട്ടിക്കുന്ന മനുഷ്യൻ ആരാണ്? നമ്മുടെ നട്കട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടും, കുരുത്തം കെട്ട എല്ലാ പരിപാടിയും ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ നട്കട്ടായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു കുറച്ച് എന്താണ്, ഗിട്ടി പേരാന നെഹിയാത്ത, നമുക്ക് എന്താണ് കല്ല്, ഗിട്ടി പേരാന മീൻസ് എന്താണ്, കല്ലാണ് കേട്ടോ, കല്ല് എറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ മക്കള് വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പൊ നോക്കാം, ഗിട്ടി പേരാന ആത്താഹെ നെഹി ആത്താഹെ, ഈ കല്ലെറിയാനൊന്നും അറിയാത്ത ആളാരാണ്? നല്ലവനായ ഉണ്ണിയായ ചട്പട്ടാണ്. ഓക്കെ, അവൻ അറിയത്തില്ല പരിപാടി, പക്ഷെ അറിയുന്ന ആളാരാണ്? ഗിട്ടി പേരാന ആത്താഹെ. ആർക്കാ അറിയുന്നത്? നമ്മുടെ നട്കട്ട്, അല്ല നമ്മുടെ ഈ ഒരു കുസൃതിക്കുട്ടനാണ്. അതേപോലെ തന്നെ കാഗസ് കി നാവ് നെഹി ബനാന ആത്താഹെ അല്ലെ. അപ്പം ഈ ഒരു കാഗസ് കി, നമ്മുടെ ഈ ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി കളിച്ചാൽ നമ്മുടെ നട്കട്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത് അറിയാത്ത ആളാരായിരുന്നു? നമ്മുടെ ചട്പട്ടാണ്, കാരണം അവൻ നല്ലവനായ ഉണ്ണിയാണ്. ഓക്കെ, അതേപോലെ തന്നെ നോക്കിക്കേ, കാഗസ് കി നാവ് ബനാന ആത്താഹെ ആർക്ക്? നട്കട്ടിന്. അത് മക്കൾ പഠിച്ചു വെക്കാം. നദി മേ തൈർന ആത്താഹെ, നദിയിൽ എന്താണ്? തൈർന, നീന്താൻ അറിയുന്ന ആള് ചട്പട്ടാണ്. കാരണം ഈ ചെക്കൻ എന്താണ്, ടൈറ്റാനിക് ഉണ്ടാക്കി നടക്കുന്ന സമയത്ത് നട്കട്ട്, ഈ കുസൃതിക്കുട്ടൻ എന്താണ്, നട്കട്ട് ടൈറ്റാനിക് ഉണ്ടാക്കുന്ന സമയത്ത് എന്തായി പോയി? അവൻ പേപ്പർ ബോട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ തലയും കുത്തി വീണ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ നദിയിൽ. അപ്പൊ ആരാ രക്ഷിച്ചത്? നമ്മുടെ ചട്പട്ടാണ് ചെന്ന് രക്ഷിച്ചത്. അപ്പൊ നദിയിൽ എന്താണ്? തൈർന, നീന്താ അറിയുന്ന ആളാരാണ്? നമ്മുടെ ചട്പട്ടാണെന്നുള്ള കാര്യം ആലോചിക്കുക. നദിമേ തൈർന നിഹിയാത്ത, നമ്മുടെ ചെക്കന് നട്കട്ടിന്. അപ്പൊ ഇതെന്തായാലും എന്റെ മക്കൾ പഠിക്കുക, കാരണം മാച്ച് ഫോളോയിങ് ആയിട്ട് വരും. ഇനി എന്റെ മക്കൾ നോക്കുക, ഡയറി, ലെറ്റർ, സംഭാഷണം, ഈ വക എല്ലാ സാധനങ്ങളും എവിടുന്ന് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്? നമ്മുടെ ഇവിടുന്ന് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പോയിന്റ്സ് നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ നോക്കിക്കേ എന്റെ മക്കള്, ആ പോയിന്റ്, ഡയറിയുടെ ഫോർമാറ്റ് ഇവിടെ ഉണ്ട്, ആ ഫോർമാറ്റ് മിസ് പറയാം ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പൊ നോക്കുക, ഈ ഫോർമാറ്റിൽ ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്റെ മക്കൾ ആലോചിക്കുക, ആ പാഠഭാഗത്തിൽ ഒന്ന് ബുദ്ധി വെച്ച് ആലോചിച്ചാൽ മതി, നട്കട്ടിന്റെ ഡയറിയോ ചട്പട്ടിന്റെ ഡയറിയോ വരുള്ളൂ. പക്ഷെ എന്നത്തെ ഡയറിയോ വരാ? നമ്മുടെ ചെക്കൻ നട്കട്ട് എന്ത് ചെയ്തു? തലയും കുത്തി താഴെ വീണു, താഴെയല്ല നദിയിൽ വീണു. നമ്മുടെ ചട്പട്ട് ചെന്നിട്ട്, മൂത്ത സന്തതി ചെന്നിട്ട് എന്ത് ചെയ്തു? അവനെ രക്ഷിച്ചു. ഇതല്ലേ അന്ന് നടന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്. ആ മെയിൻ കാര്യം വെച്ചിട്ടല്ലേ ഉള്ളൂ നമുക്ക് ഡയറി ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും സംഭാഷണം ആണെങ്കിലും എഴുതാനുണ്ടാവുള്ളൂ. അപ്പൊ എന്റെ മക്കൾ കുറച്ച് പോയിന്റ്സ് എല്ലാം വേറെ വേറെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു സമയം ഇല്ലാത്തപ്പം എൻ്റെ മക്കൾ ഇതെങ്കിലും ചെയ്തു പോവാന്നാട്ടോ മിസ് പറയുന്നത്. വേറെ വേറെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പം ഒന്നും ചെയ്യാൻ സമയമില്ലാത്ത ഒരവസ്ഥയില്ലേ മക്കൾക്ക്, ആ ഒരു അവസ്ഥയിൽ പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണിത്. നട്കട്ടിൻ്റെ വന്നാലും ചട്പട്ടിൻ്റെ വന്നാലും ഡയറിയും ലെറ്ററിനും ഇത് മക്കൾ എഴുതി വെച്ചാൽ മതി, കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതി. ഇപ്പം ക്ലിയർ ആവുക മക്കൾക്ക്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്നറിയോ? ഒരു ഡയറിയുടെ ഫോർമാറ്റ് നോക്കാം. മക്കൾക്ക് അറിയാം, ഡയറിയുടെ ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ച സെറ്റാന്ന് എനിക്കറിയാം. ഓക്കെ, നോക്കാം. എന്താണ് ഡേറ്റ് ഇടുന്ന കാര്യം ആലോചിക്കുക. പിന്നെ ആ ചട്പട്ടിനാണെങ്കിലും നട്കട്ടിനാണെങ്കിലും അന്നത്തെ ദിവസം സങ്കടമാണ്, സങ്കടമുള്ള ഡയറിയെ നമ്മൾ എഴുതും അല്ലെ. നോക്കുക, ആജ് കാ ദിൻ മേ കേസേ ബോലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. നോക്കുക, ആജ് കേസേ ദിൻ ത, ഇന്ന് എങ്ങനെയുള്ള ദിവസമായിരുന്നു. ഇത്തനാ ബുറാ ദിൻ, ഇത്രയും ബാഡ് ആയിട്ടുള്ള ഒരു ദിവസം ജിന്ദഗി മേ പെഹലി ബാർ ആയ ഹേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നട്കട്ടാണെങ്കിലും ചട്പട്ടാണെങ്കിലും അതാണ് പറയാ. ഇനി നടുവിൽ ഈ ബ്ലാബ്ലാ പരിപാടി ഒപ്പിക്കാൻ വേണ്ടി മിസ് പറയാറുണ്ട്. ആ ബ്ലാബ്ലാക്ക് പറ്റിയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. നോക്കണേ, നട്കട്ടിന്റെ ഡയറി ആണെങ്കിൽ എന്റെ മക്കൾ എഴുതേണ്ട സാധനങ്ങൾ ഇതാണ്. ആജ് സ്കൂൾ ലോട്ടത്തെ സമയ മേ നദി കെ പാസ് ഗയാ, അവിടെ നടന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഈ കുഞ്ഞു പോയിന്റ് ആക്കി വെച്ചേക്കാണ്. ആകെ 8 പോയിന്റ്സേ ഉള്ളൂ. ഇത് പഠിച്ച ആ പാഠം ഫുള്ള് സെറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. നോക്കണേ, മിസ് പറഞ്ഞു തരാം, ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കാം. ആ സ്കൂൾ ലോട്ടത്തെ സമയം മേ നദി കെ പാസ് ഗയാ, ഇന്ന് സ്കൂളിൽ നിന്നും ലോട്ടത്തെ സമയം വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? നദിയുടെ പാസ് ചെന്നു, നദിയുടെ അരികിൽ ചെന്നു. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ആയി. കാഗസ് കി നാവ് ബഹാനെ കി കൈ ദിനോം സെ മേരി ഇച്ഛാ തി. ഓക്കെ, കാഗസ് കി നാവ് ബനാന എന്ന് പറയുന്നത്, കടലാസ് തോണി നിർമ്മിക്കുക എന്ന് പറയുന്നത് എൻ്റെ കൈ ദിനോസെ, എൻ്റെ ഒരുപാട് ദിവസത്തെ ഇച്ഛയായിരുന്നു. ഇച്ഛ മീൻസ് എന്താണ്? എൻ്റെ വിഷായിരുന്നു, എൻ്റെ ആഗ്രഹമായിരുന്നു. ഓക്കെ, അതും ഓക്കെ. ലേക്കിൻ മേരാ പാർ ഫിസൽ ഗയാ, പക്ഷെ എൻ്റെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇതൊരിക്കലും എൻ്റെ മക്കൾ മറക്കരുത്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവിടെ നടന്ന എന്താണ്? തലയും കുത്തി താഴെ വീണതാണ്, അതും നദിയിൽ വീണതാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ലേക്കിൻ മേരാ പാർ, എൻ്റെ കാൽ എന്തായി പോയി? ഫിസൽ ഗയാ, ആ വാക്ക് പഠിച്ചേ പറ്റുവേ. പാർ ഫിസൽ ഗയാ ഓർ മേ നദി മേ ഗിർ ഗയാ, ഞാൻ എന്തായി പോയി? നദിയിൽ വീണു പോയി എന്ന് പറയുവാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. മുझे തൈർന നഹി ആതാ താ, എനിക്ക് തൈർന മീൻസ് ആണ് നീന്താൻ എനിക്ക് അറിയില്ലായിരുന്നു.
ഓക്കെ. മേരെ ഭാഗ്യസേ, എന്റെ ഭാഗ്യം കൊണ്ട്. എടാ ഇതൊക്കെ മന്തിയാണ്, സിമ്പിൾ ആയിട്ട് എഴുതാ. മേരെ ഭാഗ്യസേ ബഡാബായി ആക്കർ മുझे ബച്ചാ ലിയ. ബഡാബായി, വലിയേട്ടൻ വന്നിട്ട് എന്നെ എന്ത് ചെയ്തു? ബച്ചാ ലിയ, എന്നെ രക്ഷിച്ചു. ഓക്കെ, ഇവിടെ വരെയുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യ ബഹുത്ത് ഡരാവന അനുഭവത്ത, വളരെയധികം ഡരാവന, ഡർ പേടി എന്നുള്ള അർത്ഥമാണ്. പേടിപ്പിക്കുന്ന അനുഭവത്ത, അനുഭവം മന്തിയാണ്, മലയാളമാണ് മന്തി, അനുഭവമായിരുന്നു അല്ലെ. ഓക്കെ. ഭായിനെ മാസെ ശിക്കായത്ത് ബി നഹീ കി. നോക്കാം, ഭായിനെ ചേട്ടൻ, മാസെ അമ്മയോട്, ശിക്കായത്ത് ബി നഹീ കി പരാതിയും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഡയറിയിൽ എഴുതി വെക്കുക അല്ലെ. ആജ് സേ, ഇന്ന് മുതൽ, മേ അച്ഛാ ലഡ്കാ ബൻ ജാഊംഗ, ഇന്ന് മുതൽ ഞാൻ നല്ല കുട്ടിയാകും എന്ന് പറയുവാണ്. കബി ബി ഏസാ നട്ഖട്പൻ നഹീ കരൂംഗ, ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു നട്ഖട്പൻ, നട്ഖട്പൻ മീൻസ് എന്താണ്? കുസൃതി തരം. ഈ വാക്ക് പഠിക്കാൻ എളുപ്പമാണ്, കാരണം നട്ഖട്ടിന്റെ കൂടെ നട്ഖട്പൻ ചേർത്ത് കൊടുത്താൽ മതി. കുസൃതി തരം ചെയ്യില്ല എന്നുള്ളതാണ്. ഇതാണ് ഡയറിക്ക് പറ്റിയ സംഭവം. ഇതെങ്ങനെ മക്കളെ ലെറ്ററിലോട്ട് മാറ്റും? ഒന്നുമില്ല. എന്റെ മക്കളെ എന്താണ്? ഓക്കെ, ആജ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഇന്ന്. ആജ് മീൻസ് ഇന്ന് എന്നുള്ള അർത്ഥമാണ്. ആ ഇന്ന് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്ത് ചെയ്യുക? വെട്ടുക. ഇവിടെ എന്താണ്? ദേ വെട്ടിക്കൊടുക്കുക. ഓക്കെ, വെട്ടി കഴിഞ്ഞിട്ട് ഒരു ഏകദേശ രീതിയിൽ എഴുതി ഇതേ സാധനം, ഒന്നും വ്യത്യാസം ഒന്നും വരുത്തണ്ട. ലെറ്ററിന്റെ ഫോർമാറ്റ് ഇതേ മക്കൾക്ക് അറിയാം എന്താണ്. ലെറ്ററിന്റെ ഫോർമാറ്റ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. മക്കൾ എന്ത് ചെയ്യാതെ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഫ്രണ്ടിന് മാത്രമേ ലെറ്റർ എഴുതാൻ വേണ്ടി വരുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യുക? ലെറ്ററിന്റെ ഫോർമാറ്റുകളൊക്കെ മക്കൾ ആലോചിക്കുക. പ്രിയപ്പെട്ട മിത്രമേ, നിനക്ക് സുഖമാണോ? ഞാൻ ഇവിടെ ഓക്കെ ആണ്. മേ പത്രയ്ക്ക് വിശേഷ് ബാത്ത് ബത്താനെ കെ ലിയെ ലിഖ് രഹാ, ഒരു സ്പെഷ്യൽ ബാത്ത് പറയാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പേ എന്ന് പറഞ്ഞിട്ട് എന്റെ മക്കൾ എങ്ങനെ തുടങ്ങുന്നതേ? മേ സ്കൂൾ ലോട്ട് രഹാ താ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കുക, എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത് എഴുതുക. എന്നിട്ട് എന്താണ് ലാസ്റ്റ് നമ്മൾ ലെറ്റർ എങ്ങനെ കൺക്ലൂഡ് ചെയ്യും? ഇങ്ങനെ, സബ്കോ മേരാ പ്യാർ കഹദേന. ആ പോയിന്റ്സ് ഒക്കെ ഇവിടെ എഴുതി കുത്തിക്കൊള്ളിക്കുക. എന്നിട്ട് സബ്കോ മേരാ പ്യാർ കഹദേന, എല്ലാവരോടും എന്റെ സ്നേഹം അറിയിക്കണം. ജവാബി പത്ര കാ പ്രതീക്ഷ കർ രഹാ ഹൂം. ജവാബി പത്ര മീൻസ് എന്താണ്? മറുപടി കത്താണ്. മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു. തുമാരാ മിത്ര, നിന്റെ സ്വന്തം സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതുന്നു. പിന്നെന്താണ്? ഇത് ഇമ്പോർട്ടന്റ് ആളാണ്, ഇയാൾ മറന്നു പോകരുത്. സുഹൃത്തിന്റെ എന്താണ്? അഡ്രസ്. സേവാമേ നാം പത്താന്ന് പറഞ്ഞിട്ട് ബോക്സിൽ എഴുതി വെക്കുന്നു. അത് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി, ഒരു വ്യത്യാസം ഇവിടെ വരുത്തണ്ട. അതേപോലെ തന്നെ ബോക്സ് വരച്ച് വെക്കുന്നു. ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ലെറ്റർ വരുന്നത്. അപ്പൊ എന്റെ മക്കൾ നോക്കുക, നട്ഖട്ടിന്റെ ഡയറി വന്നാലും ലെറ്റർ വന്നാലും മക്കൾക്ക് ഒരേ പോയിന്റ് എഴുതി വെച്ചാൽ മതി. ഇനി ചട്പട്ടിന്റെ ഡയറിയും ലെറ്ററും വന്നാൽ മിസ്സേ മാറ്റണോ പോയിന്റ്? വേണ്ട. മിസ് പറയുന്നത് ശ്രദ്ധിക്കണേ മക്കൾ. ഇനി ഇവിടെ ഞാൻ ഇത് പച്ച കളറിൽ എഴുതിയേക്കുന്ന ഈ ഭാഗം മാത്രം എൻ്റെ മക്കൾ മാറ്റി കൊടുത്താൽ മതി. ബാക്കിയൊക്കെ സെയിം ടു സെയിം. ആജ് സ്കൂൾ ലോട്ടത്തെ സമയം മേ നദി കെ പാസ് ഗയ എന്നുള്ളതിന് പകരം നോക്കിക്കേ, ആജ് സ്കൂൾ ലോട്ടത്തെ സമയം മേ, നട്ഖട്ടാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. പക്ഷെ ചട്പട്ട് മൂത്ത സന്തതി ആണെങ്കിൽ അവൻ എങ്ങനെ എഴുതുള്ളൂ? ബായി, സഹോദരൻ നദിയുടെ അടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് എഴുതുള്ളൂ. അവിടെ മേ എന്നുള്ള പകരം ബായി ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ കാഗസ് കി നാവ് ബഹാനയ്ക്ക് കൈ ദുനോക്കി സേ ഉസ്കി ഇച്ഛാത്തി, എന്റെ ആഗ്രഹമായിരുന്നു എന്ന് എഴുതില്ല, അവന്റെ ആഗ്രഹമായിരുന്നു എന്ന് എഴുതും. അതേപോലെ തന്നെ ലേക്കിൻ മേരാ പേർ ഫിസൽക്കർ, എന്റെ കാല് വഴുതി എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് എഴുതും? ഉസ്ക, അവന്റെ കാല് വഴുതി എന്ന് എഴുതുന്നു. അതേപോലെ ഉസ്കോ എന്നാക്കി കൊടുത്തു. ഇതുകൊണ്ട് എന്താണ്? മേ ജൽദീസെ, ഞാൻ എന്താണ് ഇതിൽ എഴുതിയതാണ്? ഭാഗ്യസെ ചേട്ടൻ വന്ന് എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ് അല്ലെ. നമ്മളിവിടെ എഴുതുന്നു മേ ജൽദീസെ, ഞാൻ വേഗ സ്പീഡില് ബഡാബായി. ഓക്കെ, ബഡാബായി എന്നുള്ള ഭാഗം മാറ്റും കേട്ടോ. ഓക്കെ, ജാക്കർ, ഇത്ര മതി കേട്ടോ എൻ്റെ മക്കൾ. ഈ ഒരു സെന്റൻസ് ഒഴിവാക്കാം. ഓക്കെ, ജൽദീസെ ജാക്കർ ബായിക്കോ ബച്ചാലിയെ, ഞാൻ വേഗം പോയിട്ട് ബായിയെ രക്ഷിച്ചു എന്ന് പറയുന്ന ഭാഗം. ബാക്കിയൊക്കെ സെയിം ടു സെയിം. ഓക്കെ, ഇവിടെ മേനെ ചേർത്ത് കൊടുക്കുക. വേറെ ഒരു സാധനം മക്കൾ മാറ്റി കൊടുക്കണ്ട. മറ്റേ നട്ഖട്ട് എഴുതുന്ന സമയത്ത് മേ, മേര എന്ന് പറഞ്ഞിട്ട് എഴുതുക. മറ്റേത് എഴുതുന്ന സമയത്ത് ബായിക്ക്, ഉസ്ക എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക, അവന് എന്നൊക്കെ പറഞ്ഞു എഴുതുക. അത്രയും വ്യത്യാസമുള്ളൂ. അപ്പൊ നോക്കുക എൻ്റെ മക്കള്, ചട്പട്ടിന്റെ ഡയറി, നട്ഖട്ടിന്റെ ഡയറി, പിന്നെ ചട്പട്ടിന്റെ ലെറ്റർ, നട്ഖട്ടിന്റെ ലെറ്റർ, ഇതൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഈ പോയിന്റ് പഠിച്ചാൽ മതി. ഇനി സംഭാഷണം വന്നു എന്ന് വിചാരിക്കുക, അമ്മയും നട്ഖട്ടും തമ്മിലുള്ള. മക്കൾക്ക് എന്താ പറയാനുണ്ടാവുക? ഓക്കെ, ബേട്ടാ ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കുറച്ച് സെന്റൻസ് പൊടിയും തുങ്ങലൊക്കെ തൂക്കി കൊടുക്കുക. എന്നിട്ട് പറയേണ്ട സാധനം എന്തായിരിക്കും? ആ സ്കൂൾ ലോട്ടത്തെ സമയം മേ നദി കെ പാസ് ഗയാ താ മാ എന്ന് പറയാ. എന്നിട്ട് മാ ഫിർ, പിന്നീട് എന്തുണ്ടായി? ഓക്കെ, കാഗസ് കി നാവ് ബഹാനയ്ക്ക് കൈ ദിനോസെ മേരി ഇച്ഛാ തീ എഴുതാ. അപ്പൊ പിന്നെ ഹാ മുझे പത്താ ഹേ, എനിക്ക് അറിയാം എന്നുള്ള പോലെ എഴുതാം. അമ്മയുടെ ഒക്കെ ഹാ, യെസ്, പിന്നെന്താ ഹാ ടീക്ക് ഹേ, ഫിർ ഹാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബാക്കിയൊക്കെ നോക്കിക്കേ, ഇങ്ങനെ എഴുതിയാൽ മതി.
ഈ സംഭാഷണത്തിനുള്ള ഡയലോഗ് എവിടെ നിന്ന് കിട്ടും? ഇവിടുന്ന് കിട്ടും. നോക്കുക, മേരാ പേർ ഫിസൽക്കർ, എന്താണ് ഞാൻ വീണു പോയി എന്നുള്ള സാധനങ്ങളൊക്കെ എഴുതല്ലേ. മേരാ പേർ ഫിസൽക്കർ എന്ത് ചെയ്തു, മേ നദി മേ ഗിർ ഗയ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ? വേണ്ട. സംഭാഷണം വന്നാൽ എന്റെ മക്കൾ എന്താണ് ഇത് തന്നെ എഴുതി വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇനി വേറെന്തെങ്കിലും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നോക്കുക, ചട്പട്ട് ഒരു നട്ട്കട്ട് എന്ന് വന്നാൽ മക്കൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ ഇങ്ങനത്തെ ഐഡിയകളൊക്കെ നമ്മൾ പ്രയോഗിക്കുക കേട്ടോ. ഇതും പഠിക്കുക, ഇതും പഠിക്കുക. പിന്നെ എന്താണ് ലെറ്ററിന്റെയും ഡയറിയുടെയും ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സ് പഠിക്കുക. നട്ട്കട്ടിന്റെ മാത്രം പഠിച്ചാൽ മതി, ചട്പട്ടിലോട്ട് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. ലെറ്ററും ഡയറിയും വന്നാലൊക്കെ നമുക്ക് ആ പരിപാടി ഒപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു പാഠം നമുക്ക് ക്ലിയർ ആയേ. ഇനി രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ബഹുത് ദിനോ കി ബാദ് ആണ്. അതിന്റെ കൂടെ നമുക്ക് ഫൂലും കൂടി അങ്ങ് പറഞ്ഞു കളയാം. ഈ ഒരു പാഠഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് എന്ന് പറയുന്നത് ആശയം എഴുതലാണ്. ആശയം എഴുതാൻ ഒരു ഫോർമാറ്റ് പഠിപ്പിച്ചു തന്നാൽ എന്റെ മക്കൾക്ക് സെറ്റ് അല്ലേ? ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്നാലും നോക്കുക, ഇതൊന്ന് പഠിച്ചിട്ട് പോകുക. ആശയം വന്നാൽ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് മിസ് പറഞ്ഞുതരാം. ഇത് എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? 4 മാർക്കിനാണ് ആശയം ചോദിക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് മാർക്ക് കിട്ടും. കംപ്ലീറ്റ് മാർക്ക്. ഇവിടുത്തെ ഭാഗം ഉണ്ടല്ലോ, മക്കൾക്ക് എന്തായാലും എന്ത് തരും? ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈൻസ് തരും എന്ന് അറിയാലോ. ആ ലൈൻസ് വെച്ച് ഒരു ബ്ലാ ബ്ലാ പരിപാടി നടത്തിയാൽ മതി. ഓക്കെ, ഫുൾ മാർക്ക് കിട്ടുമോ മിസ്സേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മാർക്ക് ഷുവറായിട്ട് നമുക്ക് കിട്ടാനുള്ളത് ഇതിലുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ നമുക്ക് 4 മാർക്ക് തന്നെ കിട്ടും. നിങ്ങൾ ഈ നടുവത്തത് അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് ഷുവറാണ്. പാരഗ്രാഫ്, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫും പിന്നെ എന്താണ് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫും പക്കാ ഈ സാധനം എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ആശയം എഴുതുന്ന സമയത്ത് 3 ഭാഗം തിരിച്ചിട്ട്, അതായത് ഇൻട്രൊഡക്ഷൻ, പിന്നെ നടു കഷ്ണം, പിന്നെ എന്താണ് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടി നോക്കുക. ഏത് കവിതയും ചോദിക്കട്ടെ എന്റെ മക്കളെ, എങ്ങനെ എഴുതുക? അത് ഇങ്ങനെ എഴുതുക. അപ്പൊ ബഹുത് ദിനോ കി ബാദും ഫൂലും നമ്മൾ ഒരുമിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ, ആശയം എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ നോക്കുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കവിതയുടെ പേരങ്ങ് എഴുതി വെക്കുന്നു. ബഹുത് ദിനോ കി ബാദ് ഹിന്ദി സാഹിത്യക്ക് പ്രമുഖ കവി എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഇവിടെ കവിതയുടെ നെയിമാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, കവിതയുടെ നെയിം എഴുതി. നോക്കിക്കേ, ഹിന്ദി സാഹിത്യം ഇതേപോലെ ഇപ്പൊ ലെറ്ററിന് മക്കൾ എന്ത് പഠിച്ചു? ഫോർമാറ്റ് പഠിച്ചു. ഡയറിക്ക് ഫോർമാറ്റ് പഠിച്ചു. അതേപോലെ തന്നെ കവിതയ്ക്ക് നമ്മൾ ഫോർമാറ്റ് പഠിക്കുവാണ്. നോക്കണേ, കൃത്യമായിട്ട് നോക്കണേ. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയായിട്ടുള്ള, പ്രമുഖ മീൻസ് പ്രശസ്തനായ, ഫേമസ് ആയ എന്നുള്ള അർത്ഥമാണ്. ഇതിൽ ഏത് വാക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പ്രമുഖ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. മഷ്ഹൂർ എന്നും ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. പ്രസിദ്ധ എന്നൊന്നും എഴുതരുതേ, അതൊക്കെ പണ്ടത്തെ രീതിയാണ്. പ്രമുഖ് അല്ലെങ്കിൽ മഷ്ഹൂർ. പുതിയ വാക്കുകൾ ഉപയോഗിക്കുക. പുതിയ വാക്ക് കാണുമ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ഇംപ്രസ്ഡ് ആവും. ഓക്കെ ടീച്ചർ, വാ പുതിയ വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലോട്ട് മാറും. അപ്പൊ പുതിയ വാക്കുകൾ ഉപയോഗിക്കും കേട്ടോ. അപ്പൊ നോക്കുക, പ്രമുഖ കവിയായിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് കവിയുടെ പേര് ഇവിടെ എഴുതി വെക്കുന്നു. ഇപ്പൊ ബഹുത് ദിനോ കി ബാദ് ആണെങ്കിൽ എന്താണ്? നാഗാർജുന്റെ കവിതയാണ്. അപ്പൊ നാഗാർജുൻ കാ ഏക്ക് അദ്വിതീയ, പുതിയ വാക്കാണ്. ഇതും പഠിച്ചു വെക്കുന്ന മക്കള്. പുതിയ വാക്ക് എന്തെങ്കിലും എഴുതണല്ലോ. അതായത് ഒന്നും നടുക്കഷ്ണത്തിൽ ഒന്നും ഇല്ലെങ്കിലും ഇൻട്രൊഡക്ഷൻ എങ്കിലും എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് വരുത്തണല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കാം, അദ്വിതീയ കവിത എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഇസ് കവിതാമേ കവി ഡാഷ് കെ ബാരമേ കഹാ ഗയാ ഹെ, എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് മക്കൾ എന്ത് ചെയ്യുന്നു? വിഷയം എഴുതുന്നു. ഇങ്ങനെയാണ് നമ്മുടെ എന്താണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കവിതയുടെ ആശയത്തിൽ എഴുതുന്നത്. എന്തായാലും ചോദിക്കും, മിക്കവാറും ബഹുത് ദിനോ കി ബാദ് തന്നെയായിരിക്കും നമുക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ആ ലൈൻസ് തന്നിട്ടുണ്ടാവും. ആ ലൈൻസ് വെച്ച് നിങ്ങൾ ഒരു ബ്ലാ ബ്ലാ പരിപാടി ഒപ്പിക്കുന്നു. ആ ലൈൻസ് ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതുന്നു. പിന്നെ കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ എന്റെ മക്കൾ നോക്കിക്കേ, കവിതാമേ ഈ സന്ദേശം ദേത്തെ ഹെ കി, കവിതയിൽ ഈ സന്ദേശമാണ് തരുന്നത് എന്ന് പറഞ്ഞിട്ട് സന്ദേശം എഴുതി വെക്കുന്നു. ഇത് കേട്ടോ, യേ ഏക് സുന്ദർ സരൾ കവിത ഹേ, കവിത എളുപ്പം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതണം. നോക്കുക, സുന്ദരമായ, സരൾ മീൻസ് എന്താണ്? എളുപ്പമായ കവിതയാണ് എന്ന് എഴുതി. പിന്നെ വീണ്ടും ഒരു വാക്ക്, ബഹുത് പ്രഭാവശാലി ഹേ, വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള കവിതയാണ്. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾക്ക് എന്താണ് നമ്മളെ സ്വാധീനിക്കുന്ന ടൈപ്പ് ഒരു കവിതയാണ്. പ്രഭാവശാലി ആയിട്ടുള്ള ഒരു കവിതയാണ്. ആ വാക്ക് പഠിച്ചു വെച്ചോളെ. മഷ്ഹൂർ, പ്രഭാവശാലി, അദ്വിതീയ, ഈ വാക്കൊക്കെ പഠിച്ചു വെച്ചോളെ. ഹിന്ദിയിൽ ആവശ്യം വരും, എവിടെയെങ്കിലും ഇട്ട് കൊടുക്കാം. എവിടെയെങ്കിലും അല്ലേ, ഇത് തന്നെ ഇട്ട് കൊടുത്താൽ മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ എന്താണ്? സാമാജിക് ഗ്രൂപ്പുമേ, സാമൂഹികപരമായ രൂപത്തിൽ, ബിൽകുൽ പ്രാസംഗിക്, തീർച്ചയായിട്ടും പ്രാസംഗികമാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നു. ഓക്കെ, അപ്പൊ മിസ്സേ
മിസ് ഇപ്പം ഇവിടെ കവിതയുടെ പേര്, കവി, വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് ഡാഷ് ഡാഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് കിട്ടും. യെസ്, ഇവിടുന്ന് കിട്ടും. ബഹുത് ദിനോ കെ ബാദിന്റെ ആശയം വന്നാലും എന്റെ മക്കൾക്ക് എഴുതാനും ഫൂലെന്ന് എഴുതാൻ വന്നാലും എഴുതാൻ പറ്റിയ കുറച്ച് പോയിന്റ്സ് മിസ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് വെച്ച് അങ്ങോട്ട് ആശയം കംപ്ലീറ്റ് ആക്കി പഠിച്ചാൽ മതി. ഓക്കെ, നടുവിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഓക്കെ, കുറച്ചെങ്കിലും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു ഫോർമാറ്റ് പഠിക്കാതെ പോകരുത്. ഇപ്പൊ നന്നായിട്ട് കവിത പഠിച്ച ആൾക്കാരാണെങ്കിലും ഈ ഒരു ഫോർമാറ്റ് വെച്ച് എഴുതുക. ഫസ്റ്റ് പാരഗ്രാഫും ലാസ്റ്റ് പാരഗ്രാഫും കേട്ടോ. ഓക്കെ, അപ്പൊ ബഹുത് ദിനോ കെ ബാദിന് പറ്റിയ കുറച്ച് പോയിന്റ്സ് ആണിത്. ആരാണ് എഴുതിയിട്ടുള്ളത്? നാഗാർജുനാണ്. അപ്പൊ മക്കൾ ഇങ്ങനെ തുടങ്ങുവാണേ. ബഹുത് ദിനോ കെ ബാദ് ഹിന്ദി സാഹിത്യ പ്രമുഖ കവി അല്ലെങ്കിൽ മशहूर कवि नागार्जुन का एक अद्वितीय कविता है. इस कविता में कवि डैश के बारे में कहा गया है എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വിഷയം എഴുതാം കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞു. വിഷയ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇസ് കവിത മേ ബഹുത് ദിനോ കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അപ്പനെ ഗാവ് മേ ആയി തന്റെ ഗ്രാമത്തിൽ വന്ന കവി കെ മൻ കാ ആനന്ദ് കെ ബാരെ മേ ബത്തായ ഗയാ ഹെ. സിമ്പിൾ സാധനമാണ്. നോക്കുക, കവിയുടെ ആനന്ദ് കെ ബാരെ മേ, ആനന്ദത്തിനെ കുറിച്ച് ബത്തായ ഗയാ ഹെ പറഞ്ഞിരിക്കുന്നു. കുറെ ദിവസത്തിന് ശേഷം എന്താണ് ഗ്രാമത്തിലോട്ട് തിരിച്ചു വന്ന നമ്മുടെ ആരുടെ? കവിയുടെ സന്തോഷം. അത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതാണ് നമ്മുടെ വിഷയം. ഇനി മിസ്സേ കുറച്ച് A+ പോയിന്റ്, ഒരു A+ പോയിന്റ് മിസ്സിന് പറഞ്ഞൂടെ? ഇതാണ് ആ A+ പോയിന്റ്. നോക്കണേ. ഇത് നാഗാർജുന്റെ സത്റംഗി പങ്കും വാലി എന്ന് പറയുന്ന കാവ്യ സംഗ്രഹത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. മക്കളെ പഠിച്ചു വെച്ചോളാം ഈ പോയിന്റ് എഴുതുന്ന സമയത്ത് ഒരു വരയൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം ഈ പോയിന്റ് അധികം ആരും എഴുതൂല. കാരണം ഇത് A+ പോയിന്റ് ആണ്. നമുക്ക് നാഗാർജുന്റെ സത്റംഗി പങ്കും വാലി എന്ന് പറയുന്ന കാവ്യ സംഗ്രഹം, അതായത് ഒരുപാട് ബുക്കുകൾ, ഒരുപാട് കവിതകൾ മൂപ്പർ എഴുതിയിട്ടുണ്ട്. ആ കവിതകളൊക്കെ ചേർത്തിട്ട് ഒരു ബുക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, കാവ്യ സംഗ്രഹം ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ പേരാണ് സത്റംഗി പങ്കും വാലി. പഠിക്കേണ്ടവർ പഠിക്കും കേട്ടോ. പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ പഠിക്കും. നല്ല പോയിന്റ് ആണ് കേട്ടോ. നോക്കുക, അതിൽ നിന്നുമാണ് നമ്മൾ ചുനാഹെ എടുത്തിട്ടുള്ളത്. സത്റംഗി പങ്കുവാലി എന്നാണ് ഈ ഒരു ബഹുത് ദിനോ കെ ബാദ് എന്ന് പറഞ്ഞ കവിത എടുത്തിട്ടുള്ളത്. ഒരുപാട് കവിതയുടെ കൂട്ടത്തിൽ നിന്ന് കേട്ടോ. ഇസ്ക പ്രകാശൻ മീൻസ് എന്നാണ് ഇത് പബ്ലിഷ് ചെയ്ത ഡേറ്റ്. ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 1959 ആണ്. ഓക്കെ, അതും പഠിച്ചു. ഇത് A+ പോയിന്റ് ആണ്. എന്റെ മക്കൾ പഠിച്ചു വെക്കുക. നല്ല പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഇതേ ലാസ്റ്റിലോട്ട് വരുന്ന സമയത്ത് കവിതാമേയ സന്ദേശ് ദേത്തേക്ക്, കവിതയിൽ എന്ത് സന്ദേശമാണ് തരുന്നത്? പ്രകൃതിക്ക് സുന്ദരത കാ ആനന്ദ് ലേക്കർ ശാന്തി സേ ജീന ചാഹിയേ. നോക്കുക, പ്രകൃതിയുടെ സുന്ദരത ആനന്ദം അല്ലെ, അതിന്റെ പ്രകൃതി സൗന്ദര്യത്തിന്റെ ആനന്ദം നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അപ്പനാക്കർ അല്ലെങ്കിൽ എന്താണ് അത് നമ്മൾ അനുഭവിച്ചുകൊണ്ട് ശാന്തി സേ ജീന ചാഹിയെ, നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതായത് പ്രകൃതിയെ കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ നോക്കി കാണണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്റെ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബഹുത് ദിനോ കെ ബാദിന്റെ ആശയത്തിനുള്ള സാധനം സെറ്റായി. ഇനി ഫൂലെന്ന ആശയം വന്നെന്ന് വിചാരിക്കുക. ആരാണ് എഴുതിയിട്ടുള്ളത്? ഇതേ സാധനം ഉണ്ടല്ലോ, ഇതേ സാധനം മക്കൾ മാറ്റി കൊടുത്താൽ മതി. നോക്കുക, കവി രാംധരഷ് മിശ്ര നമുക്കൊക്കെ അറിയാം. പിന്നെ എന്താണ് വിഷയം? എന്താ വരുന്നത്? പ്ലാസ്റ്റിക് കെ ഫൂൽ ദിഖ്നെ മേ ആകർഷക് ഹോത്താ ഹെ. പ്ലാസ്റ്റിക്കിന്റെ പൂ എന്ന് പറയുന്നത് ദിഖ്നെ മേ, കാണാൻ ആകർഷകമായിരിക്കും. ലേക്കിൻ ഇസ്മേ ജീവൻ ഖുഷ്ബു ഓർ സച്ചായി നഹി ഹോത്തി. പക്ഷെ അതിന് ലൈഫ് ഉണ്ടാവില്ല, ജീവൻ ഉണ്ടാവില്ല, ഖുഷ്ബു സ്മെല്ല് ഉണ്ടാകില്ല, അതേപോലെ തന്നെ സച്ചായി ഒരു ഒറിജിനാലിറ്റി ഉണ്ടാകില്ല എന്ന് പറയുന്നതാണ് ഇതിന്റെ വിഷയം. ഓക്കെ, സന്ദേശം എന്ത് നമുക്ക് എഴുതാം? ഹമേ കൃത്രിം ചീസോ കെ സ്ഥാൻ പർ പ്രകൃതി ഓർ സച്ചായി കോ മഹത്വ ദേനാ ചാഹിയെ. നമ്മൾ കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾക്ക് പകരം എന്ത് ചെയ്യണം? അതിന്റെ സ്ഥാനത്ത് നമ്മൾ പ്രകൃതിക്കും അതിന്റെ ഒറിജിനാലിറ്റിക്കും അല്ലെ എന്ത് ചെയ്യണം? നമ്മൾ മഹത്വ ദേനാ ചാഹിയെ, മഹത്വം കൊടുക്കണം എന്ന് പറയുന്നതാണ് സന്ദേശം. ഓക്കെ, ഫൂലിന്റെ സംഭവം ഇതും പഠിച്ചു വെക്കുക. അപ്പൊ ഇതെങ്കിലും പഠിച്ചാൽ നമുക്ക് സെറ്റ് ആണെന്നാ പറയുന്നത്. അപ്പൊ ഫൂലുള്ള ആൾക്കാർ ഫൂല് പഠിക്കുക. ഫൂല് എക്സാമിന് ഇല്ലെങ്കിൽ നമുക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, പിന്നെ ബൂഡി കാക്കി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് ലെറ്റർ, ഡയറി ഈ വക സാധനങ്ങളൊക്കെ വരാൻ ചാൻസ് കുറവാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? ആ പാഠഭാഗത്തിനെ കുറിച്ച് എന്റെ മക്കൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ബൂഡി കാക്കിയെ കുറിച്ച് ഈ ഒരു പോയിന്റ്സ് കൃത്യമായിട്ട് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതെന്റെ മക്കൾ കൃത്യമായിട്ട് കാണാം. കാരണം ഇതൊന്ന് ഡയറി, ലെറ്റർ അല്ലെങ്കിൽ എന്താണ് വാർത്താലാപം ഇങ്ങനത്തെ ഈ വക സാധനങ്ങളൊന്നും വരാൻ ചാൻസ് നമുക്ക് കാണുന്നില്ല കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും അതിന് മുമ്പത്തെ പ്രാവശ്യമാണെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇന്ന് വന്നിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യണം മക്കള്? ഈ പാഠഭാഗത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ആ ഐഡിയക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ബൂഡി കാക്കിനെ കുറിച്ച് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു കീ പോയിന്റ്സ് ഫുൾ എന്റെ മക്കൾ എന്ത് ചെയ്യുക? കാണും കേട്ടോ. അപ്പൊ തന്നെ ബൂഡി കാക്കി എന്ന് പറയുന്ന ആ പാഠം നമുക്ക് സെറ്റായി. അപ്പൊ ഈ 4 പാഠം ഒക്കെയാണ്. നമുക്ക് 4 പാഠം ഒക്കെയാണ്. അപ്പൊ ഇത് കാണാൻ വേണ്ടി മറന്നു പോകരുത്. ഇത് നിർബന്ധമായിട്ടൊന്ന് കാണാം. ഓക്കെ, കണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോ അഥവാ ഈ പാഠത്തിനെ കുറിച്ച് എല്ലാം അറിയുന്ന ആൾക്കാരാണെങ്കിൽ കാണാൻ പോകണ്ട. ഓക്കെ, നമ്മൾ സമയം കളയണ്ട കേട്ടോ. ഓക്കെ.
ഓക്കെ, പിന്നെ എന്താണ് ഗർ എന്ന് പറയുന്ന പാഠം. ഗർ എന്ന് പറയുന്ന പാഠത്തിന്റെ ഫുൾ സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. എന്താണ് കഥ, ആരെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്റെ മക്കൾക്ക് അറിയാം. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫർഹാദ് ആണ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അതിന്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഓർ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫർഹാദിന്റെ ചരിത്രപര ടിപ്പണിയാണ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് പഠിക്കാതെ, ഈ പാഠത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മിസ് എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് പഠിക്കാതെ എന്റെ മക്കൾ പോകാനേ പാടില്ല, റിസ്ക് എടുക്കാൻ നമുക്ക് ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ട് പോകുക മക്കള്. ഓക്കെ, നമുക്ക് ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് സ്പീഡ് പറയാം. നമ്മൾ ഒരുപാട് തവണ ഇത് പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി പറയാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഹിന്ദി സാഹിത്യ के प्रमुख रचनाकार प्रभात की घर नामक कहानी के मुख्य पात्र है फरहाद. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ രചനാകാരനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള പ്രഭാതിന്റെ ആളുടെ പേര് എഴുതണേ. ആരാണ് ഈ ക്യാരക്ടർ എഴുതിയിട്ടുള്ളത് അത് നിർബന്ധമായിട്ട് എഴുതണം. പ്രഭാതിന്റെ ഗർ എന്ന് പറയുന്ന പേരുള്ള ഒരു കഹാനിയിലെ മുഖ്യ പാത്രമാണ് ഫർഹാദ് എന്ന് എഴുതി. വൈസ് കഹാനിക ഏകമാത്ര മാനവ പാത്ര ഹേ, അയാൾ എന്താണ്, ഒരു മനുഷ്യ കഥാപാത്രമാണ്. ശ്രീമാൻ ഫർഹാദ് ഹർ ജീവജന്തുവും കോ അപ്പനി പരിവാർ മാനത്തെ ഹേ. ശ്രീമാൻ ഫർഹാദ് എന്ന് പറയുന്നത് എല്ലാ ജീവജന്തുക്കളെയും തന്നെ എന്തായിട്ട് കാണുന്നു, പരിവാറായിട്ട് കണക്കാക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. നയേ ഘർ മേ ആനെ കെ ബാദ് ഭി വഹാം രഹനെ വാലെ ജീവജന്തുവോ പർ കോയി ഹാനി നഹി കർത്തെ അല്ലേ. ഓക്കെ, എന്ത് ചെയ്യാറില്ല, അയാൾ പുതിയ വീടെടുത്ത കഥയൊക്കെ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഇതിൽ ഏകദേശം കഥയും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്താണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ജീവജന്തുക്കളിലും പുതിയ നയേ ഘറിൽ വന്നിട്ട് പോലും അയാള് ഒരു ജീവജന്തുക്കളിലും എന്ത് ചെയ്യുന്നില്ല, കോയി ഹാനി നെഹി കർത്തി. ഹാനി മീൻസ് എന്താണ്, ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള ഹാർംഫുൾ ആയിട്ടുള്ള കാര്യം അയാൾ ചെയ്യുന്നില്ല അല്ലെ. പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്, ചിപ്കലിക്ക് രായ്മേ, ചിപ്കലിയുടെ അഭിപ്രായം തത്തയുടെ അഭിപ്രായത്തിലും ഫർഹാദ് എങ്ങനെയാന്നുള്ളത് നമ്മൾ പറയണം അല്ലെ. നമുക്ക് ആ ചിപ്കലിയുടെ അഭിപ്രായത്തിൽ അയാള് ചിപ്കലിയോക്കെ പീച്ചെ, പല്ലികളുടെ പുറകെ ഝാഡുലേക്ക് ചൂലുമായിട്ട് പോകുന്ന ആളല്ല. വേ അച്ഛേ ആത്മീ, അയാൾ നല്ലൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ തത്തയാക്കിയ റായ് മേ, റായ് അഭിപ്രായ് എന്നുള്ള അർത്ഥമാണ്. അഭിപ്രായ് എന്ന് എഴുതി വെക്കരുത്, റായ് എന്ന് മാത്രം എഴുതും കേട്ടോ. ചിപ്കലിയുടെ അല്ലെങ്കിൽ തത്തയ്യ മീൻസ് കടന്നലായിരുന്നു. കടന്നലിന്റെ ആ ഒരു അഭിപ്രായത്തിൽ റായില് ഫർഹാദ് ഉസ് മക്കാൻ മേ ബഹുത് തോടി സി ജഗഹ് ലേത്തെ ഹേ. ഫർഹാദ് ആ ഒരു മക്കാനിൽ തന്നെ വളരെ കുറച്ച് സ്ഥലം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലെ. പിന്നെന്താണ്, ഒരു വഹപ്പനെ ചപ്പൽ മേ മേണ്ടക്യൂം കോ ദേക്കർ, തവളകളെ കണ്ടിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, ചപ്പലില് തവളകളെ കണ്ടിട്ട് പോലും ഉൻപർ കുച്ച് ഹാനി നീഹി പहुंचाते അല്ലെ, ഒരു തരത്തിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നില്ല. इससे समझ में आता है कि ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഹർ ജീവജന്തുവും സേ പ്യാർ കർനെ വാലെ. ഫർഹാദ് എന്ന് പറയുന്നത് എല്ലാ ജീവജന്തുക്കളെയും സ്നേഹിക്കുന്ന. അപ്പൊ ഇതെങ്കിലും എന്റെ മക്കളെ എഴുതി വെക്കണം. ഇത് ഈ ഒരു ഭാഗമൊക്കെ എഴുതി വെക്കണം, നിർബന്ധമാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്റെ മക്കൾ പഠിക്കാൻ നോക്കുക കേട്ടോ. നോക്കിയേ, എല്ലാ ജീവജന്തുക്കളെയും പ്യാർ കർനെ വാലെ, സ്നേഹിക്കുന്ന, ഏക് ശാന്ത സ്വഭാവക്കെ, വളരെ ശാന്ത സ്വഭാവക്കാരനായ മന്തിയാണല്ലേ ശാന്ത സ്വഭാവം ഉള്ള പ്രകൃതി പ്രേമിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്, ഫർഹാദ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ്സേ പഠിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കുറച്ചൊക്കെ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് കുറച്ച് മാർക്ക് സെറ്റാണ്, അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, എൻ്റെ മക്കൾക്ക് ടെൻഷൻ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലും എന്ത് ചെയ്യാം, മാർക്ക് കിട്ടാനുള്ള സംഭവം ഇതിലുണ്ട്. പിന്നെ എന്താണ്, ഷോർട്ടായിട്ട് നമ്മൾ എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എന്ത് ചെയ്യാൻ എൻ്റെ മക്കൾ കാണാം. പിന്നെ നമ്മുടെ മെഗാ മാരത്തോളും നമ്മൾ ഇനി വരാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, അതും കാണും നമ്മൾ. അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മതി. എൻ്റെ മക്കൾ ടെൻഷൻ ഒന്നും ആവേണ്ട, ഡിപ്രഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും. നമ്മുടെ മുമ്പിൽ കുറച്ച് സമയം കൂടി ഉണ്ട്. ആ സമയമൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഹിന്ദി ഒരു ഭീകരജീവിയൊന്നുമല്ല. നന്നായിട്ട് കഷ്ടപ്പെട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഒരു ടെൻഷനും ഇല്ലാണ്ട് എക്സാം എഴുതാൻ വേണ്ടി നോക്കുക കേട്ടോ. നിന്നെ കൊണ്ട് കഴിയുന്നത് പോലെ പഠിച്ചാൽ മതി. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്, ബൈ.